ഇപ്പൊ കേൾക്കാവോ? പറയുന്നത്? ഓക്കെ. വിങ്സ് അക്കാദമിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു എയിംസിനെ കുറിച്ച് ഒരു നോർസെറ്റിനെ കുറിച്ചും ഒരു ഓറിയന്റേഷൻ എന്ന നിലനിൽക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എയിംസിനെ കുറിച്ചൊന്ന് എന്താണ് ബെനിഫിറ്റ്, എങ്ങനെയാണ് പ്രിപ്പറേഷൻ, എന്താണ് എക്സാമിനേഷൻ എന്നൊക്കെ ഉള്ള രീതിക്ക് നിങ്ങൾക്കൊരു റിവ്യൂ ബ്രീഫായിട്ട് ഒരു ഓറിയന്റേഷൻ തരാന്നുള്ളതാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മൈസെൽഫ് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബിപിൻ ലാല് ബേസിക്കലി പഠിച്ചത് GNM ആയിരുന്നു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോഴിക്കോട് നിന്നാണ് പഠിച്ചത്. അതിനുശേഷം പോസ്റ്റ് ബേസിക് എടുത്തു PGI ചണ്ഡീഗഡിൽ നിന്ന്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ 9 വർഷമായിട്ട് എയിംസ് ഡൽഹിയിൽ തന്നെയായിരുന്നു നഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം കറന്റ് ലാസ്റ്റ് 3 ഇയർ ആയിട്ട് നഴ്സിംഗ് ഫാക്കൽറ്റി ആയിട്ട് മംഗളഗിരിയിൽ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് MSc എടുത്തിട്ടുണ്ട്. MSc ന്യൂറോ സയൻസ് ആണ്. ഇൻ സർവീസ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എയിംസ് ഡൽഹിയിൽ നിന്നാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിനടുത്ത് ഒത്തിരി സിമ്പിൾസ് കാണാം. അപ്പം ഇത്രയും എയിംസുകൾ നമ്മളിപ്പം കറന്റ് ഇത്രയും എയിംസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു നഴ്സിംഗ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല സാധ്യതയാണ്. എസ്പെഷ്യലി ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ സാലറി പാക്കേജ് തരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിലെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റുണ്ട്, അതിന് പുറമെ എയിംസ് ഓട്ടോണമസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പം ആദ്യം തന്നെ എവിടെയാണ് ഈ എക്സാം നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആവുക എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പലതരം സൈറ്റുകൾ, വെബ്സൈറ്റുകൾ, വെബ് പോർട്ടലുകളൊക്കെ കയറി പോകും. ഒന്നും കാണുന്നില്ല, എവിടെയാണ് ഇത് കാണുന്നത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ആദ്യം വരും. ഓക്കെ. അപ്പോൾ എയിംസിനെ കുറിച്ച് പറയുമ്പോൾ എയിംസ് ആദ്യമായി നഴ്സിംഗ് ഓഫീസറിന്റെ എക്സാം തുടങ്ങിയത് 2006-ലാണ്. ഓക്കെ. ഹിസ്റ്ററി വെച്ച് പറയുകയാണെങ്കിൽ 2006-ലാണ്. അതുവരെ അഡ്ഹോക്ക് ബേസിസിൽ ആരൊക്കെയാണോ എയിംസ് ഡൽഹിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത് അവർക്ക് ജോലി കിട്ടും. പ്ലസ് അതിന് പുറമെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ത്രൂ അവര് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. അതിനകത്ത് ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് പെർമനന്റ് ജോബ് കൊടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ആദ്യത്തെ കാലത്ത്. ഓക്കെ. പിന്നെ 2006-ന് ശേഷമാണ് ഒരു എക്സാം പാറ്റേൺ വിത്ത് ഇന്റർവ്യൂ ആയിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ 2016 വരെ 15 വരെ എക്സാം പ്ലസ് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം എക്സാം എഴുതണമെങ്കിൽ ഡൽഹിയിൽ വരണം. ഡൽഹിയിൽ വന്നിട്ട് എക്സാം എഴുതിയിട്ട് ഇന്റർവ്യൂവിനും അതേപോലെ തന്നെ നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് എക്സാം എഴുതാം. അപ്പം അതിനുശേഷമാണ് ഇന്റർവ്യൂ എടുത്തു മാറ്റി എക്സാം റിട്ടേൺ എക്സാം മാത്രമാക്കി ഇപ്പം കറന്റ്ലി ഇപ്പൊ കോമൺ ആയിട്ട് ഒരു എക്സാം മാത്രമാക്കി. ഓക്കെ. അതാണ് നോർസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നഴ്സിംഗ് ഓഫീസർ കോമൺ. അപ്പം മറ്റ് ഹോസ്പിറ്റലുകളോ എയിംസ് ഡൽഹി ആയിട്ട് ചേർന്ന് ഒരൊറ്റ എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം അപ്ലൈ ചെയ്തിട്ട് ക്രാക്ക് ചെയ്യാം. മറ്റാണെങ്കിൽ പലതരം എക്സാമുകൾ അവർ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യണം, എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് പോയി എഴുതണം. അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവായി സിംഗിൾ എക്സാമിൽ നിങ്ങൾക്ക് എക്സാം എഴുതി കയറാന്നുള്ളതാണ്. എയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയിംസിന് 2 വെബ് പോർട്ടലാണ്. ഒന്ന് എഡ്യൂക്കേഷൻ പോർട്ടലും ഉണ്ട്, ഒന്ന് എക്സാംസ് ഓറിയന്റഡ് ആയിട്ടുള്ള പോർട്ടൽ. അപ്പോൾ ഈ ഒരു പോർട്ടലാണ് നിങ്ങൾ എപ്പോഴും കയറി നോക്കേണ്ടത്, എസ്പെഷ്യലി ഫോർ റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് എന്ന് എഴുതിയാണ്. ഓക്കെ. അപ്പോൾ അക്കാഡമിക് കോഴ്സസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ്. ഓക്കെ. റിക്രൂട്ട്മെന്റ് കോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതും ഇവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം അതിന്റെ ഫർദർ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് aimsexams.ac.in എന്നുള്ള ഒരു സൈറ്റിലാണ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്. ഓക്കെ. എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ്, എന്തെങ്കിലും അഡൻഡം, കുറികണ്ടം ഒക്കെ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ഓൾ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു നിങ്ങളെ ജോബ് പ്രൊഫൈലിന് ഈ ഒരു വെബ് പോർട്ടലിലായിരിക്കും വരിക. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു വെബ് പോർട്ടൽ ഇവിടെയാണ് നോർസെറ്റിന്റെ ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾ നോർസെറ്റ് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ. എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ. ഓക്കെ. അപ്പൊ ഇതുവരെ ടിൽ നോർസെറ്റ് 10 വരെ എക്സാം നടന്നു കഴിഞ്ഞു. ഓക്കെ. 2020-ലാണ് ആദ്യത്തെ എക്സാം തുടങ്ങിയത്. അപ്പോൾ ഇയർലി ഒരു ട്വൈസ് അവർ ഒരു 2 സെഷൻസ് ആയിട്ടാണ് സാധാരണ വിളിക്കാറ്. ചിലപ്പോൾ ഇയർലി 1 ആവും, ചിലപ്പോൾ അല്ലെങ്കിൽ യൂഷ്വലി ഒരു 2 ടൈംസ് ആണ് വിളിക്കുക ഇയർലി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ജനുവരിത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ എക്സാം കഴിഞ്ഞു. ഏപ്രിൽ മെയ്യിലോടെ അതിന്റെ കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് റാങ്കിങ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി ചോയ്സ് അപ്ലിക്കേഷൻ ആണ്. ഇനി ഫൈനൽ മെറിറ്റ് ഒക്കെ വരേണ്ട സമയമാണ്. ഫൈനൽ ഓപ്റ്റ് ചെയ്തോ ഹോസ്പിറ്റലിൽ അലോട്ട് ചെയ്തുകൊണ്ടുള്ള. കേൾക്കുന്നുണ്ടോ?
ഓക്കെ, ഇപ്പം ഓക്കെ, ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് അഡ്വർടൈസ്മെന്റ് കാണും, നോട്ടിഫിക്കേഷൻ കാണും, പ്ലസ് റിസൾട്ട് കാണും. ഓക്കെ, ഏതാണ് അതിന്റെ ഒരു പാറ്റേൺ. അപ്പൊ അഡ്വർടൈസ്മെന്റിൽ ഏതൊക്കെ ഹോസ്പിറ്റൽസ് അതിന് ആ ഒരു നോർത്ത് റിക്രൂട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ എത്ര ഹോസ്പിറ്റലുകൾ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രയും വേക്കൻസികൾ ആഡ് ആവും. ഓക്കെ, അപ്പം അത്രയും വേക്കൻസികൾ ആഡ് ആകുമ്പോൾ ഇപ്പോൾ ഒരു 500 വേക്കൻസിയാണ് എല്ലാം കൂടി ഉള്ളതെങ്കിൽ അതിന്റെ ഒരു 5 ഇരട്ടി ആൾക്കാരെ അവർ ഒരു എക്സാമിന് വിളിക്കും. അതായത് നിങ്ങൾ പ്രിലിംസ് എഴുതി കഴിഞ്ഞിട്ട് 5 ഇരട്ടി അത്രയും വിളിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, അപ്പൊ ഇതിനകത്ത് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളൊരു ടാർഗറ്റ് വെച്ച് പഠിച്ചാൽ മാത്രമേ, ഇപ്പം നമ്മളൊരു UR കാൻഡിഡേറ്റ് ആണ്, ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്കറിയാം ജനറൽ കട്ട് ഓഫും റാങ്കും ഒക്കെ ആസ് കമ്പയർഡ് ടു അതേഴ്സ് കുറവായിരിക്കും. അപ്പൊ ഓക്കെ, അപ്പോൾ ഒരു 1200 റാങ്ക് വരെയാണ് സാധാരണ ഒരു ലാസ്റ്റ് നോർസെറ്റിലൊക്കെ 1200 1300 റാങ്കിലൊക്കെ മാക്സിമം ടച്ച് ചെയ്തിട്ടുള്ളൂ UR കാൻഡിഡേറ്റ്. ഓക്കെ, അതേസമയം അത് OBCക്കൊക്കെ 1400, SC/ST ഒക്കെ ആണ് 3000, ഡിപ്പെൻഡ് അപ്പോൺ ദ മാർക്സ് ആണ്. ഓക്കെ, അപ്പം URനൊക്കെ 1200 ആ റേഞ്ചിലൊക്കെ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. എവിടെയെങ്കിലും കിട്ടുള്ളൂ, നമ്മൾ ഏതെങ്കിലും ചോയ്സ് ഓപ്റ്റ് ചെയ്തെടുത്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് URൽ മിനിമം ഒരു 1200 വേണം എന്നുള്ളതാണ്. ഒരു 2500 വേക്കൻസികളിലൊക്കെ. ഓക്കെ, അപ്പം അത് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം URൽ എത്ര വേക്കൻസി കറന്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒരു നല്ലൊരു റാങ്ക് ആദ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു 500 താഴെ അല്ലെങ്കിൽ ഒരു 300 താഴെ 100 താഴെ എന്നുള്ള ഒരു ഫോക്കസ് വെച്ച് തന്നെ പഠിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ അറ്റ്ലീസ്റ്റ് 100 വെച്ചാലേ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 500 അല്ലെങ്കിൽ ഒരു 300 ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് സാധാരണ അറിയുന്നതാണ്. ഓക്കെ, എന്താണ് നമ്മളെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എന്താണ് വേണ്ടത്. ഇപ്പം BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയ ആർക്ക് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതേസമയം GNM ആണ്, GNM വിത്ത് 2 year ഓഫ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫീസും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. പ്ലസ് ഇത് അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പ്ലസ് അതിന്റെ പ്രൂഫായിട്ടുള്ള പേയ്മെന്റ് പ്രൂഫും ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെയുള്ളത് ഏജ് റിലാക്സേഷൻ ആണ്. ഓക്കെ, സോ യൂഷ്വലി നമുക്കറിയാം അപ് ടു 30 years ആണ് ജനറൽ കാൻഡിഡേറ്റ്. ബാക്കിയുള്ളവർക്ക് OBCക്ക് 3 years റിലാക്സേഷൻ ഉണ്ടാവും. പ്ലസ് അതേപോലെ SC/STക്ക് 5 വർഷത്തെ റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ OBC ആണെങ്കിൽ തഹസിൽദാറിന്റെ അടുത്തുനിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന OBC നോൺ ക്രിമിനൽ ലെയർ എയിംസ് പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്സെപ്റ്റ് ആവില്ല. വില്ലേജ് ഓഫീസർക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒരു അധിക ജോലിയിലേക്കുള്ളതിന് സാധാരണ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് ഓർത്തിരിക്കേണ്ടത് തഹസിൽദാറിന്റെ അടുത്ത് നിന്ന് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് തഹസിൽദാർ സിവിൽ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ തഹസിൽദാറിന്റെ അടുത്ത് മേടിക്കണം എന്നുള്ളതാണ് OBC NCL കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നിങ്ങളത് വൺസ് വാങ്ങിക്കഴിയുന്നതും അതൊരു 6 മാസത്തെ വാലിഡിറ്റി ആണെങ്കിൽ ആ ഒരു വാലിഡിറ്റി പീരീഡിലുള്ള സർട്ടിഫിക്കറ്റ് എന്തായാലും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. തഹസിൽദാറിന്റെ അടുത്ത് തന്നെ പ്രത്യേകം വാങ്ങാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് എക്സാം പാറ്റേൺ വരിക. പ്രിലിമിനറി ആൻഡ് മെയിൻ ആണ്. ഓക്കെ, പ്രിലിമിനറിയുടെ മാർക്ക് എവിടെയും കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് പ്രിലിമിനറി. ഓക്കെ, പ്രിലിമിനറി എക്സാമിന് യൂഷ്വലി ഒരു 100 മാർക്കിന്റെ ചോദ്യമാണ്. 90 മിനിറ്റ് ആണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, അതിനകത്ത് 80 മാർക്ക് നഴ്സിംഗ് സബ്ജക്റ്റും 20 മാർക്ക് ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ഈ ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ യൂഷ്വലി ഒരു 10ാം ക്ലാസ് ലെവലിൽ 10 to +2 ലെവലിലൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ നാട്ടിലെ PSCക്ക് LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, GK. പക്ഷേ പ്രത്യേകിച്ച് ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് SSC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ കിട്ടും. എസ്പെഷ്യലി GK ആപ്റ്റിറ്റ്യൂഡിനൊക്കെയുള്ള SSC CHL എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് CHSL, SSC CGL ലെവലിലൊക്കെ. CGL ലെവലിൽ കുറച്ചുകൂടി മുന്തിയ ലെവലാണ്. അപ്പൊ CHSL ലെവലിലൊക്കെ SSCയുടെ ചെറിയ ചെറിയ GK ബുക്കുകളും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ മാത്സും ഒക്കെ ചെയ്യുന്ന ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന
നിങ്ങൾക്ക് ഈ ഒരു 20 മാർക്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്ക് അഡീഷണൽ ഒരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾ കാരണം GK ഒരുവിധം എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ നിങ്ങൾ അത് അവിടെ സ്കോർ ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പഠിക്കുന്നതിനൊപ്പം തന്നെ ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചിട്ട് GK ഒക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്കോർ നേഴ്സിങ്ങിന് എല്ലാവർക്കും ഏകദേശം സ്കോർ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ടഫ് എക്സാമുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് ഡിസൈഡ് ചെയ്യുകയും GKയും ആറ്റിറ്റ്യൂഡും റാങ്ക് ഡിസൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു സാധാരണ മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ CBT അറ്റൻഡ് ചെയ്യുമ്പം CBT നാട്ടിലൊക്കെയുള്ള CBT എക്സാമിനേഷൻ 1 to 100 ചോദ്യങ്ങൾ ഒറ്റയടിക്ക് അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന തുടങ്ങുന്നില്ലേ, നമ്മൾ 100 ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് പുറകുന്ന മുന്നോട്ട് വരുന്ന ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യും. പക്ഷേ എയിംസിന്റെ നോർസെറ്റ് എക്സാമിന് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സെക്ഷൻസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 സെക്ഷനിൽ 20 ചോദ്യങ്ങൾ അടങ്ങിയ 5 സെക്ഷനാണ് ഉണ്ടാകുക. 18 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി 1 by 1 മാത്രമാണ് മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾ ഓരോ സെക്ഷൻ തുടങ്ങുമ്പോഴും ആ സെക്ഷൻ ഓട്ടോമാറ്റിക്കലി തുടങ്ങുമ്പോഴും നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെയുള്ളത് ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/3 കട്ടാവും എന്നുള്ളത് ഓർക്കുക. പിന്നെയുള്ളത് നിങ്ങൾക്ക് ഓരോ ചോദ്യം കഴിയുമ്പോഴും തിരിച്ചു പോയിട്ട് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഉത്തരങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഓക്കെ, പുതിയൊരു കറന്റ് സിനാരിയോയില് എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ആണെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഓക്കെ, പിന്നീട് അത് സോണ്ടേഴ്സ്, മോസ്ബി, എംഗ്ലക്സാറൻ എക്സാമുകൾ ബുക്കുകളിൽ നിന്ന് മാത്രമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നീട് അത് 1 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു സെക്ഷനുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു 18 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു 20 ചോദ്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ, ചോദ്യം അൺഅറ്റൻഡഡ് ആയി കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് ആറ്റുക. പിന്നെ ഒരു കറന്റ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ ആയിട്ടുള്ളത് ഒരു അസേഷൻ സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റും, കാരണം കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് തിങ്കിങ് എബിലിറ്റി നോക്കാനുള്ള ഒരു എക്സാമിന്റെ പാറ്റേൺ ടഫ് ആയിക്കൊണ്ട് വരുന്നതുകൊണ്ട് അതിന്റെ ഒരു PG ലെവൽ പ്ലസ് ഒരു അസേഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ, അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ തരാം. ഒരു അസേഷനും ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ ഒരു റീസണും തരും. എന്നിട്ട് ഏതാണ് ട്രൂ ആൻഡ് ഫാൾസ്, 1 and 2 ട്രൂ ആണോ, 1 മാത്രമാണോ ട്രൂ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. കാരണം അത് കുറച്ചുകൂടി നിങ്ങൾ ഇൻഡെപ്ത് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൂപ്പർഫിഷ്യൽ നോളജ് മാത്രമല്ല, നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് അറിയാം എങ്കിൽ മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ മേ ബി ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു എക്സാമിനേഷൻ ലാസ്റ്റ് ഞാൻ ഒരു ജൂനിയറിനോട് ചോദിച്ച സമയത്ത് എക്സാം കുറച്ചുകൂടി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളത് അപ്ഡേറ്റ്സിനെ കുറിച്ച് നന്നായിട്ട് റീസെന്റ് ആയിട്ടുള്ള മിനിസ്ട്രിയിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ, പിന്നെ മറ്റ് അസോസിയേഷനിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ, ട്രീറ്റ്മെന്റ് റെജിമിലുള്ള അപ്ഡേറ്റുകൾ, അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന നോട്ട് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രം എഴുതി വെച്ച് ഒന്ന് റിവ്യൂ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അത് പലതരത്തിലാവാം. ഡിസീസ് ക്രൈറ്റീരിയയിലാവാം, ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് റെജിമനിലാവാം, പ്ലസ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മിനിസ്ട്രിയുടെ തന്നെ പ്രോജക്ട്സുകളാവാം. അപ്പോൾ ന്യൂലി ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ ഒരു റീസെന്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. അത് സബ്ജക്റ്റിൽ മാത്രമല്ലാതെ. ഓക്കെ, അങ്ങനെയും കൂടി ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ക്വാളിഫയിങ് മാർക്ക് എത്രത്തോളാണ് UR നും OBC SC ക്കും ഉള്ളതാണ്. ഓക്കെ, ഇപ്പം
എക്സാമിന് ശേഷം, ക്വാളിഫയിങ് എക്സാമിന് ശേഷം സ്റ്റേജ് 2 എക്സാമിന് എത്ര പേരെ വിളിക്കുന്നുള്ളതാണ് യൂഷ്വലി. അതൊരു അഞ്ചിരട്ടി എന്തായാലും വിളിക്കുന്നുള്ളതാണ്. ഓക്കെ, അഞ്ചിരട്ടി. ഇപ്പൊ 500 വേക്കൻസി ഉണ്ട്, 2500 പേരെ സ്റ്റേജ് 2 മെയിൻസിന് വിളിക്കും എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ചോദ്യം എത്രത്തോളം, നിങ്ങൾ 50% കൂടുതൽ, 50 മാർക്ക്, ഇപ്പൊ 100 മാർക്കിന്റെ എക്സാം 50 മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, 50% കൂടുതൽ ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻസിന് വരാനുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് PYQ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇതെല്ലാം മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒന്നെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ എക്സാം എഴുതിയ ആയിട്ട് നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, എക്സാം ചെയ്ത് വന്നതിന് ശേഷം. അല്ലെങ്കിൽ ഒരു മേ ബി PYQ നെക്സ്റ്റ് ഇയറിലും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ ഇപ്പം ഈ കഴിഞ്ഞ നോർസെറ്റ് 10, നോർസെറ്റ് 9 കുറച്ച് ചോദ്യങ്ങൾ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എഴുതിയവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം സ്റ്റേജ് 2 പറയുമ്പോൾ സ്റ്റേജ് 2 കുറച്ചുകൂടി ലെങ്തി ആണ്, ടൈം കൺസ്യൂമിംഗ് ആയിട്ട് 180 മിനിറ്റ്സ് ഉള്ള ഒരു എക്സാം ആണ്. അപ്പം 160 MCQ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് മെയിൻലി നമുക്കറിയാം, നമുക്കൊരു 19 സബ്ജക്ട്സ് ഉണ്ടാണ്, 18 to 19 സബ്ജക്ട്സ് ഉണ്ട് എൻറ്റയർ സിലബസിൽ, നഴ്സിംഗ് സിലബസിൽ. അപ്പൊ ഇതിനകത്തുനിന്ന് എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇപ്പൊ മെയിൻലി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കേസ് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ കേസിനെ കുറിച്ചും ഡിസീസിന്റെ കണ്ടീഷനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാം, വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിനകത്തും നെഗറ്റീവ് മാർക്കിങ്ങുകളുണ്ട്. എക്സാം പാറ്റേണും 4 സെക്ഷനായിട്ടാണ്. ഇതിനകത്തും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, ഈ സെക്ഷനിൽ തിരിച്ചു പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും മനസ്സിൽ വെക്കുക, കാരണം റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവില്ല നിങ്ങളെ ഇതിനകത്ത്. അപ്പം ആ റിവ്യൂ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ സമയത്ത് തന്നെ എല്ലാ ചോദ്യങ്ങളും വായിച്ചിട്ട് മാക്സിമം അറിയുന്ന കാര്യങ്ങൾ, ഉത്തരങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെയുള്ള എക്സാമിനേഷൻ ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നതാണ്. 180 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സെക്ഷനിലെത്തിയോ ആ സെക്ഷനിൽ തന്നെ ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ടൈമിനെ കുറിച്ചും ടൈം മാനേജ്മെന്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 180 ചോദ്യങ്ങളുള്ള ഒരു MCQ പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 40 സെറ്റിന്റെ ഓരോ ചോദ്യങ്ങൾ 40 മിനിറ്റ് 45 മിനിറ്റ് നേരത്തേക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 100 ചോദ്യമാണെങ്കിൽ ഒരു 1 hour 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 90 ചോദ്യം 80 മിനിറ്റ് കൊണ്ട് അല്ലെ 90 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ഒരു ചോദ്യത്തിന് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ടൈം കൺസെപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചോദ്യത്തിന്റെ ക്വസ്റ്റ്യന്റെ സ്റ്റെം എത്രത്തോളം വലുതാണ്, പിന്നെ അതിനകത്ത് എന്തെങ്കിലും അപ്ലിക്കബിലിറ്റി ഉണ്ടോ, കോംപ്രിഹെൻഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടോ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഓരോ ചോദ്യം ഭയങ്കര ലെങ്തി പാരഗ്രാഫ് പോലെയാണെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഓവർവ്യൂവിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ അതിനകത്തൊന്നും പിടികിട്ടുന്നില്ലെങ്കിൽ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കുറച്ച് നഷ്ടം ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പൊ നിങ്ങൾ അത് ചോദ്യത്തിന്റെ സ്റ്റെമ്മിനനുസരിച്ചിട്ട് വായിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഒക്കെ നിങ്ങളെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ എക്സാമിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു, ടെക്നിക്കൽ എറർ വന്നു, അപ്പൊ നിങ്ങൾ എവിടെ കോണ്ടാക്ട് ചെയ്യണം എന്നൊന്നും പെട്ടെന്ന് ആർക്കും ഒന്നും പിടികിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇവരെ വെബ്സൈറ്റിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഒഫീഷ്യൽ ടൈമിലായിരിക്കും ഇവർ മാക്സിമം റെസ്പോണ്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഓക്കെ, പിന്നെ ഉള്ളത് മെയിൻ ആയിട്ട് ഈ ഒരു ടേബിൾ എപ്പോഴും നിങ്ങൾ വൺസ് എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ ഈ ടേബിൾ അവര് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ URന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോട്ടൽ UR വേക്കൻസി എത്രയുണ്ട്, ടോട്ടൽ OBC വേക്കൻസികൾ എത്രയുണ്ട്. അപ്പം നമുക്കറിയാം ഇതിന്റെ അഞ്ചിരട്ടി എന്തായാലും സ്റ്റേജ് 2 വിളിക്കും. അപ്പം 2000, 1300 ആണെങ്കിൽ, അല്ലെങ്കിൽ 4800, 5000 ആ റേഞ്ചിൽ ആൾക്കാരെ URനെ വിളിക്കും സ്റ്റേജ് 2 എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു റാങ്ക് ഞാൻ ഇത്രത്തെ ഉള്ളിൽ വരണം എന്നാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജ് 2 കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അപ്ലൈ ചെയ്യുമ്പോഴും പിന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനുകളിൽ തന്നെ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ അത് എന്ത് ചെയ്യും, ഇപ്പോൾ
നിങ്ങൾ റാങ്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളിപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തു, ആ 4 സ്ഥലത്ത് നിങ്ങളെ റാങ്കിനനുസരിച്ചുള്ള വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 28 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ ടു ഗീവ് 28 ഓൾസോ. ഓക്കെ, 28 എണ്ണവും കൊടുക്കാൻ പറ്റുമെങ്കിൽ 28 എണ്ണവും കൊടുക്കുക. ആസ് പെർ നമ്പർ വൈസ് നിങ്ങളെ പ്രയോറിറ്റിക്ക് അനുസരിച്ച്, അത് സ്ഥലമായിരിക്കാം, നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എല്ലാം നോക്കിയിട്ട്. ഓക്കെ, പിന്നെ ന്യൂവർ എയിംസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഏർലി പ്രൊമോഷന്, കുറച്ച് പ്രൊമോഷനൊക്കെ പെട്ടെന്ന് സാധ്യത ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എയിംസ് ആയിരിക്കും. ഓക്കെ, എസ്റ്റാബ്ലിഷ് ആയ എയിംസിൽ ഓൾറെഡി ഇഷ്ടംപോലെ സ്റ്റാഫുമാരുണ്ടാവും. അപ്പോൾ ഒരു സീനിയർ പ്രൊമോഷനൊക്കെ കുറച്ച് സ്ലോവർ ആയിരിക്കും ആസ് കമ്പയർഡ് ടു പുതുതായിട്ട് ഉണ്ടാക്കിയ എയിംസിലൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്നായിട്ട് SNO ആയി മാറാനോ SNO ANS ആയി മാറാനുള്ള ചാൻസ് ന്യൂലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എയിംസിലായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ, അപ്പൊ അതും ഓർത്ത് വെക്കുക. കാരണം ഇതൊന്നും ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി മനസ്സിലായി ഓർമ്മയിലേക്ക് വന്നു എന്ന് വരില്ല ഇതൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇത് ബേസിക്കലി എങ്ങനെയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കേണ്ടത് വൺസ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എൻലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഉണ്ട്. അതായത് നിങ്ങൾ ആദ്യം ഓപ്ഷൻ കൊടുക്കും, ഏതൊക്കെയാണ് നിങ്ങൾ ഓപ്ഷൻ പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അവരൊരു ലിസ്റ്റ് ഇടും, ഏതാണ് നിങ്ങളെ പ്രയോറിറ്റിക്ക് അനുസരിച്ച്, റാങ്കിനനുസരിച്ച്, റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾ ആ ലിസ്റ്റ് ഇട്ടതിന് ശേഷം ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്തിന് പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം ഈ ഒരു ഇമേജ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു സാലറി നിങ്ങളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന എവറി മന്ത് ഈ ഒരു പൈസ നിങ്ങൾക്ക് മന്ത്ലി വിത്തൗട്ട് മച്ച് എന്താ പറയാ, ഒരു 24-25 വയസ്സിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും സാലറി നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നഴ്സിംഗ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു അറൗണ്ട് 1 lakhന് അടുത്ത് നിങ്ങൾക്ക് സാലറി, ഗ്രോസ് സാലറി ഇവിടെ കാണാവുന്നതാണ്. 98,268. ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോ ഈ ഒരു ആള് വൈ ക്ലാസ് സിറ്റിയിലായതുകൊണ്ടാണ് ഇത്രയും, വൈ അല്ല Z ക്ലാസ് സിറ്റി Z ക്ലാസ് സിറ്റിയിലായതുകൊണ്ടാണ് ഇത്രയും കുറവ്. ക്ലാസ് സിറ്റി, എക്സ് ക്ലാസ് സിറ്റിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സാലറി കൂടും. ഓക്കെ, അപ്പം അത് നന്നായിട്ട് ഒരു 1,15,000 ഒക്കെ അടുത്ത് ഉണ്ടാവും കയ്യിൽ, ഒരു 1,05,000 ഒക്കെ അടുത്ത് നിങ്ങൾ സാലറി കിട്ടാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഡിഡക്ഷൻസ് ഉണ്ടാവും, ടാക്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ കറന്റ്ലി നിങ്ങൾക്ക് അറിയാം അപ് ടു 12 lakh ടാക്സ് ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു സാലറി ആണ് നിങ്ങളെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. നിങ്ങൾക്ക് ഇത് ഒരു എയിംസിലെ നഴ്സിംഗ് ഓഫീസറായി മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷെ നിങ്ങൾ എഫേർട്ട് ഇടണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, നല്ല എഫേർട്ട് ഇട്ട് പഠിക്കണം. കാരണം നിങ്ങൾക്കറിയാം 80:20 മെയിൽസിനാണെങ്കിൽ കുറച്ചുകൂടി റിസ്ക് ആണ് എക്സാം ക്ലിയർ ആൻഡ് ഫീമെയിൽസിന് കുറച്ചുകൂടി എളുപ്പമാണ് ആസ് കമ്പയർഡ് ടു മെയിൽസ്. അതായത് എല്ലാത്തിലും 20% മെയിൽസ് മാത്രമേ എടുക്കുള്ളൂ, 80% ഫീമെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായി, ഫീമെയിൽസിന് കുറച്ചുകൂടി അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അറൗണ്ട് 1 lakh മന്ത്ലി നിങ്ങൾ ഒരു ചെറിയ ഏജിൽ തന്നെ മേടിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും, സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു സാലറി പാക്കേജിനെ കുറിച്ച്. ഓക്കെ, സാലറി ആണ് എല്ലാവരും എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുക, എത്രത്തോളം കിട്ടും. അപ്പൊ ഈ ഒരു ഡയറക്റ്റ് ഈ ഒരു സാലറി സ്ലിപ്പ് കാണിക്കാനുള്ള ഒരു ഇത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയണം എന്താണ്. ആരും ഒരാളെ മൈക്ക് ഓൺ ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഓർത്തിരിക്കുക, ഒരു 1 lakh അറൗണ്ട് സാലറി കയ്യിൽ കിട്ടും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ പഠിക്കണം. ഈ ഒരു ഇത് മുന്നിൽ കണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും കിട്ടും, കിട്ടാതിരിക്കില്ല. ഓക്കെ, പിന്നെയുള്ള വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിഷ്യറീസ് കിട്ടും എന്നുള്ളതാണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. EHS, ഓക്കെ, അതായത് എംപ്ലോയി ഹെൽത്ത് ഫെസിലിറ്റി ആണ്, എംപ്ലോയി ഹെൽത്ത് സ്കീമാണ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും ഈ ഒരു എംപ്ലോയി ഹെൽത്ത് സ്കീമിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഫ്രീ ആയിട്ട് എയിംസിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ അച്ഛനെ ആഡ് ചെയ്യാം, അമ്മയെ ആഡ് ചെയ്യാം, പ്ലസ് നിങ്ങളെ ബ്രദറിനെയും സിസ്റ്ററിനെയും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. സിസ്റ്റർ 18 ലെസ് ആണെങ്കിൽ മാത്രം, ടിൽ 18 മാത്രമേ സിസ്റ്ററിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളെ അച്ഛനെയും അമ്മയും ആഡ് ചെയ്യാൻ പറ്റും. പ്ലസ് മദർ ഇൻ ലോ ആണെങ്കിൽ അവരെയും മേ ബി ആരെങ്കിലും ഒരു ഏരിയ സൈഡിലുള്ളവരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അച്ഛനും അമ്മയും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻലോസിനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇയർലി ലീവ് ട്രാവൽ കൺസെഷൻ കിട്ടും. അതായത് വീട്ടിലേക്ക് പോയി വരാനുള്ള ഹോം ടൗൺ LTC എന്ന് പറയുന്നതിന്. ഓക്കെ, അപ്പോൾ ഹോം ടൗണിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് വന്ന് പോകാനുള്ള ഫ്ലൈറ്റിന്റെയോ അല്ലെങ്കിൽ സെക്കൻഡ് AC ചാർജോ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഓക്കെ, ലഭിക്കും. അതായത് ആരൊക്കെ EHSൽ ചേർത്തിട്ടുണ്ടോ അവരൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൊത്തം പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം അതിനൊരു കൺസേൺഡ് ആയിട്ടുള്ള സൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അവിടുന്ന് മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു റൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, അതാണ് LTC എന്നുള്ളത്. പിന്നെ ഉള്ളത് 4 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം ഫ്രീ ആയിട്ട്. ഓക്കെ, 4 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് ട്രിപ്പ് പോവാം, അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിലേക്ക് ട്രിപ്പ് പോവാം, ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ട്രിപ്പ് പോവാം. ഓക്കെ, വിത്ത് എൻറ്റയർ ഫാമിലി. ആരൊക്കെ EHSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും ഫാമിലീസിന് ട്രാവലിന് ഫുൾ ചാർജ് എയിംസ് നിങ്ങൾക്ക് തിരിച്ചു തരും. ഓക്കെ, നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് മൊത്തം റീഫണ്ട് ചെയ്ത് തരും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ബില്ല് റീഫണ്ട് ചെയ്യുമ്പോൾ അതിന് ടാക്സ് എന്തായാലും വരും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെയുള്ളത് നിങ്ങൾക്ക് ഗുഡ് ഒരു ബെറ്റർ കരിയർ പ്രൊമോഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് നഴ്സിംഗ് ഓഫീസറായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആവും. ഇപ്പോൾ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ ഒരു 3 വർഷം നിങ്ങൾ NO ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആവും. പക്ഷേ പഴയ എയിംസിലൊന്നും അത് ഇല്ല. കാരണം അവിടെ ഓൾറെഡി 10,000 നഴ്സുമാർ ഓൾറെഡി ഉള്ളത് കൊണ്ട് അത്രയും പ്രൊമോഷൻ ഉണ്ടാവില്ല. അപ്പം 10 വർഷം കൂടുമ്പോഴാണ് അവിടെ ഒരു പ്രൊമോഷനൊക്കെ സാധ്യത. അതും വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറിയിലുള്ള പ്രൊമോഷൻ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അതിന് MACP എന്ന് പറയും. നിങ്ങൾ ലെവൽ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്നത് ലെവൽ 7-ലാണെങ്കിൽ ലെവൽ 8-ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഈ ലെവലുകളൊക്കെ മാറും നെക്സ്റ്റ് ഇയറിൽ. കാരണം ഓൾറെഡി 8th ഫേസ് ഫിനാൻസ് കമ്മീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു സാലറി കറന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു മേ ബി ഒരു ബേസിക് ഇപ്പൊ 44,000 ആണെങ്കിൽ മേ ബി അതിന്റെ 2 ഇരട്ടി ബേസിക്കിലോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 2 ഇരട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ 44,000 88,000 ബേസിക്കിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു 1,50,000 ഒക്കെ സാലറിന്റെ അടുത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, പിന്നെയുള്ള ലീവിനെ കുറിച്ചാണ്. കാഷ്വൽ ലീവ് ഉണ്ട്. ഓക്കെ, 10 കാഷ്വൽ ലീവ് ഉണ്ടാവും. പിന്നെ മെഡിക്കൽ ലീവ് 10 ഫുൾ പേ മെഡിക്കൽ ലീവ് ഉണ്ടാവും. അതായത് 10 ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് വിത്ത് പേ ലീവ് എടുക്കാവുന്നതാണ് ഫോർ മെഡിക്കൽ. ഏൺ ലീവ് ആയിട്ട് നിങ്ങൾക്ക് 30 EL ക്രെഡിറ്റ് ആവും എല്ലാ വർഷവും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 6 മാസം 15 ക്രെഡിറ്റ് ആവും, പിന്നത്തെ 6 മാസം 15 ക്രെഡിറ്റ് ആവും. ഒറ്റ ഇയറിൽ 30 കിട്ടും. പിന്നെ ചൈൽഡ് കെയർ ലീവ് ഉണ്ട് 300, അറൌണ്ട് 380 ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. ഇപ്പം കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്ക് വയ്യാണ്ടായി ഏറ്റവും സ്ട്രെച്ച് 10-15 ദിവസം ലീവ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് എൻറ്റയർ സർവീസിൽ 350 CCL അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ മെറ്റേണിറ്റി 1 ഇയർ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ സർവീസിലേക്ക് 2 പിള്ളേർക്ക് വരെ മാക്സിമം വിത്ത് മെറ്റേണിറ്റി ബെനിഫിറ്റോടെ ഡെലിവറി പോവാന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ളത് സ്റ്റഡി ലീവ് ആഫ്റ്റർ 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു എയിംസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി BSc ആണ്, അത് നിങ്ങൾക്ക് MSc എടുക്കാൻ പോവാം. ഓക്കെ, അത് വിത്ത് ഫുൾ സാലറി പേയില് നിങ്ങൾക്ക് പോവാം. ചെറിയ അലവൻസുകൾ കട്ടാവുന്നേ ഉള്ളൂ. കാരണം അതൊരു ലോങ് ടേം ലീവ് ആയതുകൊണ്ട് TA DA പോലുള്ള ചെറിയ ചെറിയ അലവൻസുകൾ കട്ടാവും. നഴ്സിംഗ് അലവൻസ് പോലുള്ള ചെറിയ അലവൻസുകൾ കട്ടാവുന്നതാണ് സ്റ്റഡി ലീവ് എടുക്കുമ്പോൾ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്റ്റഡി ലീവ് എടുത്ത് GNM എടുത്ത ആൾക്കാർക്ക് കഴിഞ്ഞ ആൾക്കാർക്ക് പോസ്റ്റ് ബേസിക് എടുക്കാനുള്ള ഇതുണ്ട്. സർവീസ് കോട്ടകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ MSc എടുക്കാനാണെങ്കിലും MScക്കും കോട്ടകളുണ്ട്. ഓക്കെ, അപ്പോൾ സർവീസ് കോട്ടയിൽ നിങ്ങൾക്ക് MSc എടുക്കാൻ പറ്റുന്നതാണ്. അതൊരു വൺ ബെനിഫിറ്റ് ആണ്. ഞാൻ അതങ്ങനെ ചെയ്തതാണ്. പിന്നെ ഉള്ളത് അതിനൊരു ബോണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേ ബി എത്രയാണോ ബോണ്ട് എമൗണ്ട് അത് പേയ്മെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോർസെറ്റിന് ഒരു സക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോർസെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് ഒരു ഫൗണ്ടേഷൻ വേണം. ഓക്കെ, അതായത് നിങ്ങളെ ഒരു കൺസെപ്റ്റ്, അതായത് തിയറട്ടിക്കൽ നോളജ്, നല്ലൊരു തിയറട്ടിക്കൽ നോളജ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. ഓക്കെ, അതായത് നമുക്കറിയാം അനാട്ടമി ആൻഡ് ഫിസിയോളജി
പിന്നെയുള്ളത് നഴ്സിംഗ് ഫൗണ്ടേഷൻ. നഴ്സിംഗ് ഫൗണ്ടേഷൻ മാക്സിമം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ കുറിച്ചാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ഉള്ളത്. ഓക്കെ. പക്ഷേ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അനാട്ടമി, ഫിസിയോളജി പ്ലസ് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഒക്കെ ഇത്തരത്തിലുള്ള, കാരണം ഇതൊക്കെ ഓർഗാനിസത്തെ കുറിച്ചും പിന്നെ കെമിക്കൽ റിയാക്ഷൻ എന്താണ് ബോഡിയിൽ നടക്കുന്നത്, പിന്നെ എന്താണ് ആ ഓർഗന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷനുകൾ കൃത്യമായിട്ട് എന്താണ്, പിന്നെ അനാട്ടമി അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഡിവിഷൻ, മോളിക്കുലാർ ഡിവിഷൻ എങ്ങനെയാണ് എന്നുള്ളത്, ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിനെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പാത്തോ ഫിസിയോളജി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു ഡിസീസ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതേപോലെ അനാട്ടമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക്. അപ്പോൾ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ. കാരണം ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കുറച്ചുകൂടി ചോദിക്കുന്നത്. അതായത് ഇപ്പൊ നീറ്റ് ലെവലിലൊക്കെയാണ് ഇപ്പൊ എക്സാമിന്, നീറ്റ് PG ലെവലിലാണ് എക്സാമിന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓക്കെ. നേരത്തെ ആണെങ്കിൽ ഡയറക്റ്റ് ടാർഗറ്റായി എന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇപ്പൊ അങ്ങനെയൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ. ഡിസീസിനെ കുറിച്ച്. അപ്പം നമ്മൾ പഠിക്കേണ്ട ലെവൽ കുറച്ചുകൂടി ഇപ്പം കറന്റ് സിനേറിയോയിൽ ഒരു MBBS കഴിഞ്ഞ ഒരാളെ പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ആ രീതിക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ആ ഒരു കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ പഠിക്കണം. അതിന് നമുക്ക് നല്ലൊരു ബെറ്റർ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതിന് നിങ്ങൾ കൃത്യമായിട്ട് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി പ്ലസ് മൈക്രോബയോളജി, അനാട്ടമിയും ഫിസിയോളജിയും കൃത്യമായിട്ട് എന്തായാലും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള കുറച്ചുകൂടിയൊക്കെ ഡിസീസും ഒക്കെ MSN ഒക്കെ പഠിക്കുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ. മനപ്പാടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി നിങ്ങൾ ചോദ്യം അനലൈസ് ചെയ്യുമ്പോൾ, ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ മേ ബി കൺഫ്യൂഷൻ കാരണം നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ കുത്താൻ സാധ്യത കുറവായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ വായിച്ചിട്ട് എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് കൺസെപ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത് ശ്രമിക്കുക. ഓക്കെ. പിന്നെയുള്ളത് ഈ കൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ടല്ല, ടൈം മാനേജ്മെന്റ് നിങ്ങളെ കൃത്യമായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഈ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് പലതരം MCQ ആയിട്ടുള്ള ആപ്പുകൾ യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ തന്നെ വിങ്സ് അക്കാദമിയുടെ തന്നെ അവരെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടാവും. ഓക്കെ. പിന്നെ വൺ ലൈനേഴ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഓരോന്നും റിവ്യൂ ചെയ്യാന്നുള്ള, അപ്പൊ നിങ്ങൾ ഡെയിലി ആയിട്ട് ഒരു ടൈം വെച്ചിട്ട്, ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഒരു 90 മിനിറ്റ്സിന് ഒരു 90 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നിങ്ങൾ സ്ട്രക്ചർ ആയിട്ട് ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് റീഡിങ് എബിലിറ്റി കൂടും. ഓക്കെ. റീഡ് ചെയ്യുന്നതിന്റെ ഫാസ്റ്റ് കൂടും. അത് അതേപോലെ കോംപ്രിഹെൻഡ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതിന് എടുക്കുന്ന സമയവും കൂടി കൂടും. അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ച് ആ ഒരു ചോദ്യം പെട്ടെന്ന് ഒന്ന് വായിച്ചിട്ട് അതിന്റെ എന്താണ് അതിന്റെ കോംപ്രിഹെൻഷൻ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സ്പീഡ് എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെയുള്ളത് അനലൈസ് മിസ്റ്റേക്സ് ആണ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഒക്കെ എക്സാം എഴുതി കാണും, പക്ഷെ എന്നിരുന്നാലും കൂടി തന്നെ എവിടെയാണ് എനിക്ക് തെറ്റുന്നത്. ഓക്കെ. ഇപ്പൊ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ എന്തായാലും 2 നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ചിലപ്പം റിമൂവ് ചെയ്യാം. ഓക്കെ. കംപ്ലീറ്റ്ലി ഒന്ന് റിമൂവ് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം. രണ്ടാമത്തതും 2 ഓപ്ഷനിലായിരിക്കും മേജർലി നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ. ഈ കൺഫ്യൂഷൻ വരുമ്പോൾ എന്താണ് ഈ ഒരു ചോദ്യത്തിലുള്ള നമുക്ക് എവിടെയാണ് തെറ്റ്, നിങ്ങൾ പോയിട്ട് അനലൈസ് ചെയ്യാന്നുള്ളതാണ് മെയിൻലി എക്സാമിന് ശേഷം. ഓക്കെ. പിന്നെയുള്ളത് ആ ഒരു മിസ്റ്റേക്കുകൾ ഇപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടി തന്നെ നിങ്ങൾ ഇപ്പൊ 90 ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആ 90 ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് 90-ൽ ഒരു 58 ശരിയാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ തെറ്റായ ചോദ്യങ്ങൾ അടയാളപ്പെടുത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക, ഈ ചോദ്യം എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തിരിച്ച് അതേ ചോദ്യം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. 58-ൽ നിന്ന് നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉള്ളത് ഒന്നുകൂടി നോക്കുക. അപ്പൊ നിങ്ങൾ ചെയ്ത ചോദ്യങ്ങൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അടയാളപ്പെടുത്തി വെക്കുക വിത്ത് ഡേറ്റ്. ഓക്കെ. വിത്ത് ഡേറ്റ് ആൻഡ് ടൈം ആ ബുക്കിൽ അല്ലെങ്കിൽ ആ പേജിൽ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മേ ബി അതേ എക്സാം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. ഫസ്റ്റ് എക്സാമിൽ നിങ്ങൾ 58 മാർക്കാണ് നേടിയതെങ്കിൽ
സെക്കൻഡ് എക്സാമിൽ നിങ്ങൾ കൂടുകയാണോ കുറയുകയാണോ എന്ന് നിങ്ങൾ ഒരു സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കൂടുകയാണെങ്കിൽ ഓക്കെ, യു ആർ ഇൻ എ ഒരു ഗ്രാജുവൽ പ്രോഗ്രസ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അതേ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ ഉള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡിക്ലൈൻ ആവാണ് മാർക്ക് എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് റിട്ടൻഷൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം പഠിച്ചോ അത്രത്തോളം അത് റീറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ വീണ്ടും കാര്യങ്ങൾ വീണ്ടും വീണ്ടും പിന്നെ പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിങ്ങളെക്കുറിച്ച് സെൽഫ് ഒരു അനാലിസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, ഏത് പുസ്തകം വായിക്കണം, എന്ത് പുസ്തകം വായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഓൾറെഡി INC-യുടെ കറന്റ് സിലബസിനനുസരിച്ചിട്ടുള്ള ഇപ്പൊ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം സിലബസിനനുസരിച്ചിട്ടുള്ള രീതിക്ക് തന്നെ പഠിക്കണം. ഇപ്പം ഫോറൻസിക് നഴ്സിംഗ് ഒക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം മേ ബി ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് ചോദിക്കാം, ഫോറൻസിക് ലോസിനെ കുറിച്ച് ചോദിക്കാം, ക്രൈം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മേ ബി ചോദിക്കാം. ഓക്കെ, അപ്പം കറന്റ് സിലബസിലുള്ള ചേഞ്ചസും കൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം പണ്ട് തൊട്ടേ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന അബ്രോഡ് ഫോറിൻ ആയിട്ടുള്ള ബുക്കേഴ്സ് ആണ് ഈ രണ്ടും, സോണ്ടേഴ്സും മോസ്ബിയും. ഓക്കെ, പക്ഷെ ഇതിനകത്തും ഈ രണ്ട് ബുക്കും കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പുറം രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ഈ രണ്ട് പുസ്തകം എന്തായാലും കൃത്യമായിട്ട് എംഗ്ലക്സാറ് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പുസ്തകത്തിലും തെറ്റുകളും മറ്റു കാര്യങ്ങളും പ്രിന്റിങ് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ വളരെയധികം കുറവാണ്. ഈ പുസ്തകങ്ങളിലെ തിയറി വായിക്കുക. ഈ എക്സാമിനൊരു നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി എടുക്കാം. ഇപ്പൊ ഞാനിപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അതിന്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആദ്യം വായിക്കുക റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ സോണ്ടേഴ്സിലുള്ള വായിക്കാം, അല്ലെങ്കിൽ മോസ്ബിയിലുള്ള വായിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ അനാട്ടമിയുടെ ചൗരസി ആണെങ്കിൽ ചൗരസി വായിക്കാം. റോസൻ വിൽസൺ ഇപ്പം കറന്റ്ലി റോസൻ വിൽസൺ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ മേ ബി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു MCQ പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചു തുടങ്ങുന്ന സീസൺ ആയതുകൊണ്ട് മേ ബി റോസൻ വിൽസൺ നിങ്ങൾക്ക് സൂപ്പർഫിഷ്യലി പാസ്സാക്കാനുള്ള ഒരു നോളജ് മാത്രമേ റോസൻ വിൽസണിന് കിട്ടുള്ളൂ. അപ്പം കുറച്ചുകൂടി ചൗരസ്യ പോലുള്ള അനാട്ടമിയുടെയും ഫിസിയോളജിന്റെയും മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നെങ്കിൽ അത് വായിച്ചിട്ട് നോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സോണ്ടേഴ്സോ മോസ്ബിയോ ഉപയോഗിച്ചിട്ട് തിയറി വായിക്കാം, അതിന്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി വായിക്കാം. പിന്നെയുള്ളത് MSNലെ പുസ്തകങ്ങളിൽ ഒന്നെങ്കിൽ ഇതേപോലുള്ള ഇതിൽ തന്നെയുള്ള ഡിസീസ് പോർഷനുകൾ കൂടി വായിക്കാം. ഓക്കെ, പിന്നെ അതേപോലത്തെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ഈ രണ്ട് പുസ്തകത്തിലും ചോദ്യങ്ങൾ അവൈലബിൾ ആണ് സിസ്റ്റം വൈസ്. ഓക്കെ, സോണ്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു 20 to 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു സിസ്റ്റത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ മോസ്ബിയിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അറൌണ്ട് 100 പെർ അല്ലെങ്കിൽ ഒരു 50 to 80 ക്വസ്റ്റ്യൻസ് എന്തായാലും പെർ സിസ്റ്റം അവർ ഒരു ചോദ്യം ബാങ്ക് ലാസ്റ്റിലേക്ക് കൊടുത്ത് അതിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ഈ ടാർഗറ്റ് ഐ എന്ന് പറയുന്ന ഇപ്പൊ ഹൈലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ടാർഗറ്റ് ഐ. ഇപ്പൊ ഐ തിങ്ക് 8th എഡിഷൻ ആണെന്ന് തോന്നുന്നു കറന്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇന്ത്യൻ ഓതേഴ്സ് ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ. ഇത് ആക്ച്വലി രാജസ്ഥാനികൾ കുറച്ച് പ്രിഫർ ചെയ്യുന്ന പുസ്തകങ്ങളാണ്. രാജസ്ഥാനിൽ നിന്നുള്ള കുറച്ച് ജയ്പൂർ ആ ഏരിയയിലുള്ള കോച്ചിങ് സെന്റേഴ്സ് കുറച്ച് പ്രിഫർ ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് നഴ്സിംഗ് പുസ്തകങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇന്ത്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ സിസ്റ്റം വൈസ് എല്ലാ സിസ്റ്റവും ഒരേ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സോണ്ടേഴ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ സോണ്ടേഴ്സിലെ റെസ്പിറേറ്ററി പഠിച്ചതിന് ശേഷം അതിനകത്ത് ചോദ്യം ചെയ്തതിനു ശേഷം പിന്നെ അതേപോലെ തന്നെ ഈ ടാർഗറ്റ് ഹൈയിലെ സോണ്ടേഴ്സിലുള്ള ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തിട്ട് ആ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള പഠിക്കുക എന്നുള്ള വീണ്ടും. ഓക്കെ, അപ്പൊ വീണ്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എന്താ ചെയ്യാം, ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ സിസ്റ്റം വൈസ് തന്നെ പഠിച്ചു പോകാം. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ സോണ്ടേഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അതേ റെസ്പിറേറ്ററി സിസ്റ്റം ടാർഗറ്റ് ഐയിൽ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ടാർഗറ്റ് ഐയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് സിസ്റ്റം എടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് ഒരു പാറ്റേൺ വെച്ചിട്ട്
ഇതേപോലെ റാൻഡം ആയിട്ട് അവിടെ ഇവിടെ ഒന്നും പഠിക്കരുത്. അത് നിങ്ങൾക്ക് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുകയും ചെയ്യും. നിങ്ങളെ എന്താ പറയാ പഠിത്തത്തിന് ഒരു മടുപ്പ് തോന്നിക്കും. നിങ്ങൾ റാൻഡം ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ പഠിക്കണം. ഞാൻ ഇപ്പം ബയോകെമിസ്ട്രി പഠിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് OBG പോയി പഠിക്കും. അപ്പൊ നിങ്ങൾ ഒരു റാൻഡം ആയിട്ട് ഉണ്ടാവില്ല. ഒരു ഒരു നിങ്ങൾക്ക് പഠിത്തത്തോടെ തന്നെ ചിലപ്പം മടുപ്പൊക്കെ തോന്നിപ്പോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതേപോലെ സിസ്റ്റം വൈസ് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ പീഡിയാട്രിക് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ പീഡിയാട്രിക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, ചെറിയ ചെറിയ അസോഎപ്പിഗ്ലോട്ടൈറ്റിസ് പോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പീഡിയാട്രിക് റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷനും കൂടി നിങ്ങൾക്ക് ഇതിന്റെ അസോസിയേറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രെച്ച് ഒരുവിധം ഏജ് ഗ്രൂപ്പിൽ അഡൽട്ടിലെയും പഠിച്ചു, പീഡിയാട്രിക്കിലെയും ഒരേപോലെ പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. പിന്നെ വീണ്ടും വായിച്ചു നോക്കാൻ, വീണ്ടും ചെയ്തു നോക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ റീസെന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ നിങ്ങളോട് എനിക്ക് തോന്നിയത്, ഇത്തരം പുസ്തകങ്ങളോട് നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ലഭിക്കാവുന്നതാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് MBBSലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പുസ്തകങ്ങളുടെ PDF ഒക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൽഫ് അസസ്മെന്റ് റിവ്യൂ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിനും ഓരോ സ്പെഷ്യാലിറ്റിക്കും ഇത്തരം ബുക്കുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അനാട്ടമിക് ഉണ്ട്, ഫിസിയോളജിക്ക് ഉണ്ട്, ബയോകെമിസ്ട്രിക്ക് ഉണ്ട്, മൈക്രോബയോളജിക്ക് ഉണ്ട്, കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ട്, കമ്മ്യൂണിറ്റിക്കുള്ള മുക്മോഹൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകങ്ങളുണ്ട്, പിന്നെ സൈക്യാട്രി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ലെവല് ചോദ്യത്തിന്റെ ഒരു ഇന്റൻസിറ്റി കൂടിയതുകൊണ്ട് നമ്മൾ ഇത്തരം പുസ്തകങ്ങളും കൂടി റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്താൽ അപ്പൊ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്നതാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരാൻ വളരെ സാധ്യത കുറവാണ്. അപ്പൊ ഇത്തരം പുസ്തകങ്ങളും കൂടി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാം. ഒറിജിനൽ സെക്കൻഡ് മീൻസ് എന്താ ഫ്രഷ് പുസ്തകങ്ങൾ വാങ്ങണമെന്നൊന്നുമില്ല. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളൊക്കെ കടകളിലൊക്കെ പഴയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യനുമായിട്ട് ഒരു അവെയർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സെൽഫ് നീറ്റ് PG എൻട്രൻസിന്റെ പുസ്തകങ്ങളൊക്കെ 10, 100, 150 രൂപയ്ക്കോ 200 രൂപയ്ക്കോ ഒക്കെ കിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് പോകുന്നവരടുത്ത് ചിലപ്പോൾ ഇത്തരം പുസ്തകങ്ങളൊക്കെ ചുമ്മാ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം പുസ്തകങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക, എന്താണ് പഠിക്കേണ്ടത്, എത്രത്തോളം പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫൗണ്ടേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതുവരെ പറഞ്ഞത് ഇപ്പം തിയറി കൃത്യമായിട്ട് വായിക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം ഓരോ കൺസെപ്റ്റും എന്താണ് ആ ഡിസീസിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ പൊതുവെ മലയാളികളെ എണ്ണം വളരെ കുറവാണ് എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പാറ്റേൺ മലയാളികളുടെ ഇൻടേക്ക് കുറയാൻ കാരണം എന്നുള്ളതാണ് മേ ബി. കാരണം നമ്മൾ ഇപ്പോഴും സ്റ്റിൽ നമ്മളെ PSC ഗൈഡ് പോലുള്ള ഗൈഡുകളൊക്കെ വായിച്ചിട്ട് നമ്മൾ എയിംസ് പോലുള്ള നോർത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കിട്ടാത്തത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ മാക്സിമം കാണുന്ന നോർത്ത് ഇന്ത്യൻ പീപ്പിൾ ആണ്. ഓക്കെ, ഈ നോർത്ത് ഇന്ത്യയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെയും ഇപ്പം കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട് അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള. വിങ്സ് അക്കാദമി ഒക്കെ ക്ലാസ്സുകൾ നന്നായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടോപ്പിക് വൈസ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് അത് തിയറി വായിച്ചതിന് ശേഷം അതിനകത്ത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക, ആദ്യം തിയറി പഠിക്കുക, ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക, മൾട്ടിപ്പിൾ ബുക്കിലെ ചോദ്യങ്ങൾ സോൾവ് ചെയ്തിട്ട് എന്നിട്ട് എവിടെയാണോ തെറ്റ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യുക, സെൽഫ് ഇംപ്രവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എവിടെയാണോ തെറ്റുന്നത് എന്നുള്ളത്. അപ്പം എന്നിട്ട് ആ വീക്കർ ഏരിയയിൽ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ സമയം കൊടുത്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. ഓക്കെ, ആദ്യം തിയറി വായിച്ച് അതിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ. ഓക്കെ, സബ്ജക്ട് വൈസ് അപ്രോച്ച് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ മാംസിക്ക് പ്രാക്ടീസിനും റിവിഷനും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അപ്രോച്ച് ആണ് നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ഓരോന്നിനെയും കൃത്യമായിട്ട് ഇപ്പൊ സബ്ജക്ട് വൈസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് സിസ്റ്റം വൈസ് ആയിട്ട് കുറച്ചുകൂടി പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം സാധാരണ
ഒരു നോർസെറ്റ് എഴുതി എക്സാം എഴുതി കിട്ടിയില്ല, അപ്പം വീണ്ടും ഡീമോട്ടിവേറ്റ് ആയിട്ട് പിന്നെ ഇനി വേണ്ട, ഇനിയിപ്പോ അത്രയൊന്നും ദൂരത്തേക്കൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ നോക്കാം. ഇല്ല, അപ്പൊ മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇതായിട്ടായിരിക്കുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അറ്റ് എ ടൈം എല്ലാവർക്കും ഫസ്റ്റ് തന്നെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മളെ ഒരു ചുമതലയാണ്. ഓക്കെ, നമ്മളെ കടമ നമ്മൾ ചെയ്യാന്നുള്ളതാണ് മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ ഒത്തിരി പേരുണ്ട്, ചിലർക്ക് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയവരുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ഫസ്റ്റ് എയിംസ് എഴുതിയപ്പം എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എക്സാം ക്ലിയർ ചെയ്തു, പക്ഷേ ഇന്റർവ്യൂവിന് നമ്മൾ ഔട്ടായി. ഓക്കെ, അപ്പം അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തോറ്റ് പിന്മാറരുത്. ഓക്കെ, അപ്പൊ വീണ്ടും അപ്പിയർ ചെയ്യാം, ചിലപ്പോൾ വീണ്ടും തോറ്റേക്കാം, പക്ഷെ കുഴപ്പമില്ല, ബി കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന കണ്ടന്റുകൾ ആഡിക്വേറ്റ് ആയിരിക്കില്ല, ആ ഒരു എക്സാമിന്റെ ലെവലിൽ നമ്മൾ ചിലപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്താണോ നമ്മളെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കാനുള്ളതാണ്. ഓക്കെ, നേരത്തെ ആണെങ്കിൽ പണ്ടാണെങ്കിൽ എയിംസുകാർക്ക് GNMകാരോട് പൊതുവെ ഒരു ഇതായിരുന്നു. അന്നത്തെ കാലത്ത് ഞങ്ങളെ സ്കൂൾ ഓഫ് നഴ്സിംഗിന് ഒരു സിനാറിയോ പറയുകയാണെങ്കിൽ 10 പേര് വന്നിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 1-2 ആൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അത് ബേസിക്കലി അവർ ക്വാളിഫിക്കേഷൻ ആയിരുന്നു ഇഷ്യൂ എന്നുള്ളതാണ് പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ നമ്മളത് ഇംപ്രൂവൈസ് ചെയ്യാൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഒന്നെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ GNM ആയിട്ടുള്ള ആൾക്കാർ പോസ്റ്റ് ബേസിക് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ട്രൈ ടു ഡു എ പോസ്റ്റ് ബേസിക് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനും പുറത്തേക്ക് പോകുമ്പോൾ ആണെങ്കിൽ നിങ്ങൾ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യണം, റിവൈഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. തെറ്റുകൾ നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുക, എന്താണ് നിങ്ങളെ ഒരു ഗ്രാഫ്, എന്താണ് നിങ്ങളൊരു ട്രെൻഡ്, അത് അപ്പായിട്ട് പോകുന്ന ട്രെൻഡ് ആണോ അതോ ലോ ആയിട്ട് ഡിക്ലൈനിങ് ട്രെൻഡിലാണോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജിക്കലി ടൈം വെച്ച് തന്നെ നിങ്ങൾ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്പർ, എന്താ പറയാ, നന്നായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റും കാര്യങ്ങളും സാലറിയും ഒക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ളത്, അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആക്കി എടുക്കണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒത്തിരി പേര് കാണും. ഓക്കെ, എന്തിനാണ് ഇത്ര പഠിക്കുന്നത്, ഇവിടെ ഒരു ജോലി നോക്കിയാൽ പോരെ, ഇവിടെ പ്രൈവറ്റിൽ ഇത്ര കിട്ടില്ല, ഇവിടെ PSC നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക ഏതാണ് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സാലറി പാക്കേജും കുറച്ച് വർക്ക് കൾച്ചറും പിന്നെ ഒരു നെയിം ടാഗും ഒക്കെ ലഭിക്കാവുന്നത് എയിംസ് എന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും എയിംസിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചിങ് പോസ്റ്റിലേക്കും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങളതാണ് പഠിച്ചുകൊണ്ടിരിക്കുക, തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഒരു എയിംസിൽ നഴ്സിംഗ് ഓഫീസർ ആവും എന്നുള്ള ഒരു മനസ്സ് കണ്ടുകൊണ്ട് ഞാൻ ഇത്രയും ശമ്പളമുള്ള ജോലി നേടിയെടുത്തിരിക്കും, മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവുമെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ചോ ഏതെങ്കിലും കുറിച്ചോ. ഹലോ, പറഞ്ഞോളൂ. സാർ MSc അവിടെ സ്കോപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? MSc നഴ്സിംഗുകാർക്ക് MSc നഴ്സിംഗ് കഴിഞ്ഞതാണോ? കഴിയാറായി. MSc നഴ്സിംഗ് കഴിയാറായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മീൻസ് ഇപ്പൊ ഈ ഒരു നോർസെറ്റ് എക്സാമിന് സ്പെഷ്യൽ ആയിട്ട് റിക്രൂട്ട്മെന്റ് MSc എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ MSc ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ICU പ്രിഫറൻസ് ഒക്കെ ചോദിച്ച് മേടിക്കാവുന്നതാണ്. ഇപ്പം പീഡിയാട്രിക്കാരാണെങ്കിൽ പീഡിയാട്രിക്കില് ചോദിക്കാം, കിട്ടാം. പിന്നെ MSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ക്ലിനിക്കൽ അല്ലെങ്കിൽ 3 to 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ട്യൂട്ടർ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് ഫാക്കൽറ്റി പോലെയുള്ള ജോലികളിലേക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് ട്യൂട്ടർ. നമുക്ക് MSc കഴിഞ്ഞ് വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 to 5 ഇയർ എക്സ്പീരിയൻസ് ആണ് ഓരോന്നിനും
മാൻഡേറ്ററി ആണ്. അപ്പം നിങ്ങൾക്ക് MSc കഴിഞ്ഞ് ബെഡ് സൈഡ് ചെയ്യുകയാണെങ്കിലും ഫ്യൂച്ചറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മേ ബി നിങ്ങൾക്ക് കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് ഒരു വേക്കൻസി വരുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതി ക്ലിയർ ചെയ്തുകൊണ്ട് പോകാം. അവിടെയും വീണ്ടും ഒരു എക്സാം ഉണ്ടാവും എന്നുള്ളതാണ്, എക്സാം ഇന്റർവ്യൂ. ഇപ്പം വർക്ക് ചെയ്യുന്ന എയിംസിലാണെങ്കിൽ കൂടി തന്നെ ആ ഒരു ടാഗ് ലൈന് ഒരു ബെറ്റർ എന്താ പറയാ ഒരു ഇമ്പ്രൂവ്മെന്റ് തരും. ഓക്കെ, ആരോ ചാറ്റിൽ എന്തോ ചോദിച്ചു. ഇതാണോ സംശയം? ക്ലിയർ ആണല്ലോ അല്ലേ ചോദിച്ചേ? പിന്നെയുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ MSc ജോയിൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ MSc കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം ഏതൊരു എക്സാം കഴിഞ്ഞാലും ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കാലാവധി 6 മാസമാണ്. ഓക്കെ, അപ്പൊ 6 മാസം അല്ലെങ്കിൽ 6 മാസമാണെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ പീരീഡിൽ തരിക 120 ഡേറ്റ്സ് ആയിരിക്കും തരിക. അതായത് 120 ഡേയ്സ് ആയിരിക്കും തരിക. അതായത് 120 അല്ല, 60 ദിവസം. അതായത് 2 മാസത്തെ ഗ്യാപ്പാണ് ഒരു പോസ്റ്റിംഗ് ഓർഡറിന്റെ കാലാവധി പറയാം. ഓക്കെ, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് വിത്തിൻ 2 മന്ത്സിനുള്ളിൽ ജോയിൻ ചെയ്യണം എന്നാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങളിപ്പോ MSc തീരാൻ ഇനിയും 2 മാസം ഉണ്ട്. ഓക്കെ, 2 മാസം ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് തീരാൻ വീണ്ടും ഒരു 2 മാസം എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് 4 മാസത്തെ എക്സ്റ്റൻഷൻ എഴുതി കൊടുക്കാം. ഞാൻ അതിനൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മേടിച്ചിട്ട് അത് വിത്ത് അറ്റാച്ച് ചെയ്തിട്ട് അയക്കുവാണെങ്കിൽ ഡയറക്ടർ നിങ്ങൾക്ക് സ്പെഷ്യൽ എക്സംഷൻ തരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, CRE എക്സാമുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് CRE നോർസെറ്റ് പോലെ എല്ലായ്പ്പോഴും നടന്നുകൊള്ളണമെന്നില്ല. കാരണം CRE എന്ന് പറയുന്നത് കോമൺ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള മെയിൻലി SNO പോസ്റ്റുകളിലേക്കൊക്കെയാണ് കുറച്ചുകൂടി CRE എക്സാമുകൾ നടക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, പിന്നെ ഉള്ളത് അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും കൂടി ഉള്ളതും പോസ്റ്റുകളും കൂടി വരുമ്പോഴാണ് കൂടുതലാണെങ്കിൽ മാത്രമേ CRE ഉണ്ടാവാറുള്ളൂ. ഓക്കെ, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ്? സാധാരണ 6 മന്ത് കൂടുമാണ്. ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണ വരാറ് നെക്സ്റ്റ് ഒരു സെഷനിലേക്കുള്ളത്. ഓക്കെ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയില്ല എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇല്ല. അതായത് നിങ്ങളെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ മുന്നേ തന്നെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ RNRM രജിസ്ട്രേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷന് ശേഷമാണ് നിങ്ങൾ RNRM രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നതെങ്കിൽ അത് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഈവൻ ദോ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്താലും അവര് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഫ്രോഡായിട്ടുള്ള ഒരു ഇതാണല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുള്ള രീതിക്ക് നിങ്ങളെ ഇന്നെലിജിബിൾ ആക്കും. എക്സാമിനേഷൻ സെന്ററിനെ പറ്റി, ഓക്കെ, എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ജില്ലകളിലും ഇപ്പൊ എക്സാമിനേഷൻ സെന്ററുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട്, ഒരുവിധം തൃശ്ശൂരും എല്ലായിടത്തും സാധാരണ ഇപ്പൊ എക്സാമിനേഷൻ സെന്ററുകൾ വരാറുണ്ട്. പിന്നെയുള്ളത് സർ, എന്റെ രജിസ്ട്രേഷൻ വാലിഡ് സെപ്റ്റംബർ 1 വരെയായിരുന്നു. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവോ? ഇല്ല, എക്സാം ഇപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് റിന്യൂ ചെയ്യല്ലോ. റിന്യൂ ചെയ്യുമ്പോൾ റിന്യൂ പക്ഷെ സെപ്റ്റംബർ 1 ശേഷമല്ലേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ അപ്പൊ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പർ മാറുന്നില്ലല്ലോ, പക്ഷെ നിങ്ങളെ റിന്യൂവൽ ഡേറ്റ് മാത്രമല്ലേ മാറുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്ന സർട്ടിഫിക്കറ്റിലും രജിസ്ട്രേഷൻ നമ്പർ മാറുന്നില്ല, ഒന്നും മാറുന്നില്ല, പേര് മാറുന്നില്ലല്ലോ. അപ്പൊ ആകെ നിങ്ങളെ റിന്യൂവൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ആവും. ഇപ്പൊ 2032 എന്നുള്ളതാവും, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ 31 എന്നുള്ളതാവും. അത് പ്രശ്നമുള്ളതല്ല. ഇപ്പോഴത്തെ ഈ എക്സാം നോർസെറ്റ് 10ന്റെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എത്ര നാളത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്? നമുക്ക് നോർസെറ്റ് 10ന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോ അലോട്ട്മെന്റ് വന്നപ്പം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളത് എത്ര നാൾ ഇനി അതിനകത്ത് കോപ്പ് വെക്കണോ? 11ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ആദ്യത്തെ ഒരു അലോട്ട്മെന്റ് മാത്രമേ കാണുള്ളൂ? ഇല്ല, ഒരു സിംഗിൾ അലോട്ട്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അറിവില്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരെന്തെങ്കിലും അലോട്ട്മെന്റിൽ എന്തെങ്കിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവര് SC/ST കാറ്റഗറിക്ക് അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അതെല്ലാം GR കൊടുത്തു പോയിട്ട് അങ്ങനെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് അലോട്ട്മെന്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
ആ സമയത്ത് അവർ വീണ്ടും ആ ഒരു ഓൾഡ് ലിസ്റ്റ് റിവോക്ക് ചെയ്തുകൊണ്ട് പുതിയ ലിസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ സിംഗിൾ ടൈം അലോട്ട്മെന്റ് മാത്രമേ നടക്കാറുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങളെ റാങ്ക് എത്രയാണോ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, മേ ബി നിങ്ങളെ റാങ്കും പ്ലസ് നിങ്ങളെ കാറ്റഗറിയും എന്താ പറയാ അതിനനുസരിച്ച് ചിലപ്പോൾ മേ ബി നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ജോലി ഉറപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ സാർ. പിന്നെ നഴ്സിംഗ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ബുക്സ് റെഫർ ചെയ്താൽ മതിയോ? ഞാൻ പറയില്ല, ഇപ്പം GNM-നാണെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് റോസൻ വിൽസൺ ആണ് പഠിക്കുന്നത്, ഇപ്പം കറന്റ് എനിക്കറിയില്ല ഏതാണ്. ഓക്കെ, അപ്പം ആ ഒരു പുസ്തകങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്, നിങ്ങൾ അത് വെച്ച് പഠിക്കാവുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഓർക്കേണ്ടത് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ചില പുസ്തകങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എന്ത് എഴുതണം എന്നുള്ള രീതിക്ക് മാത്രമാണ് പ്രിപ്പയർ. ചിലപ്പോൾ മേ ബി ലൈൻ ടു ലൈൻ അതിനകത്തൊരു MCQ ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനുള്ളതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ കുറച്ചുകൂടി വായിക്കുക. കാരണം നിങ്ങളെ ഫൗണ്ടേഷനാണ് ഏറ്റവും നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അനാട്ടമി ഫിസിയോളജി ആണ് ശരിക്കും ഇപ്പൊ മെഡിക്കലിന്റെ ബേസിസ് അനാട്ടമി ഫിസിയോളജി ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെയും ബേസിസ് ഫൗണ്ടേഷൻ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒന്നും അല്ല, പക്ഷെ നമ്മളെ ബേസിസും അനാട്ടമി ഫിസിയോളജി ആയിട്ട് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് MSN1-ലും പീഡിയാട്രിക്സിലും എല്ലാത്തിലും OBGയിലും ഒക്കെ ലിഗമെന്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരുവിധം എല്ലാവരെയും ഡൗട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് MSc കോഴ്സ് ഡിസംബറിൽ കഴിയും. സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ എപ്പോഴും ജോയിൻ അത് ഇപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി എന്താ പറയാ ഓൾറെഡി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളാണെങ്കിൽ ഇപ്പം പ്രിഫറൻസ് നിങ്ങൾ ഓൾറെഡി കൊടുത്തു കാണുമല്ലോ. ആ പ്രിഫറൻസ് അവരിനി ഹോസ്പിറ്റലിൽ അലോട്ട് ചെയ്യണം. അപ്പോൾ ഹോസ്പിറ്റലിൽ അലോട്ട് ചെയ്ത് വരുമ്പം മിക്കപ്പോഴും ജനുവരി കഴിയും. കാരണം ജനുവരിക്ക് മുന്നേ ഇപ്പൊ ഒരാളെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ എംപ്ലോയിക്ക് അവർ ജൂലൈ സെഷനിൽ ഇൻക്രിമെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അവർ മാക്സിമം ന്യൂ ജോയിനിനെ എപ്പോഴും ഒന്നെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം ജോയിനിങ് തക്കത്തോണം ഉള്ളത് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് എന്താ പറയാ ജൂലൈ 1 മുന്നേ 6 മാസം തികയ്ക്കാൻ പറ്റില്ല ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫിനാൻഷ്യൽ ബേർഡനും കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു ജനുവരിക്ക് ശേഷം അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. അതാണ് ഒരു ഫിനാൻഷ്യലിന്റെ ഇതിൽ പറയുമ്പം സാധാരണ അങ്ങനെയാണ് അവർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടി കാണുമല്ലോ അല്ലെ? യെസ് സർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പൊ പിന്നെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് വിങ്സ് അക്കാദമിയുടെ കോഴ്സുകളുണ്ട് നോർസെറ്റിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വിങ്സ് അക്കാദമിയുടെ ആൾക്കാരുടെ ഒഫീഷ്യൽസിനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് നേടാവുന്നതാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.
sir.